പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നാ ഉണ്ടാക്കുന്നേ ടൊമാറ്റോ ഫ്രൈ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. ടൊമാറ്റോ ഫ്രൈ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണ്ടാക്കുന്നു കേട്ടോ. ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ള പച്ചമുളകാണ്, 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി പച്ചമുളക് ഈ ഒരു വലുപ്പത്തിൽ കയറിയെടുക്കുക കേട്ടോ. ഒത്തിരി ചോപ്പാകണ്ട കേട്ടോ, ഈ ഒരു ലെവലിൽ. ഇപ്പോൾ ടൊമാറ്റോ ഒത്തിരി എന്നാ പറയുന്നത് പഴുത്തതിനെക്കാട്ടും നല്ലത് ഇച്ചിരി ഹാർഡായിട്ടുള്ള തക്കാളി കേട്ടോ. അത് ഈ ഒരു പരുവത്തിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കാവേ. ഈ ഒരു ഭാഗം നമുക്ക് കളയാട്ടോ. വെളുത്തുള്ളി നമുക്കൊന്ന് ചോപ്പ് ചെയ്തിടാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ചോപ്പ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല, ഞാൻ ചോപ്പ് ചെയ്യുന്നു കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം മല്ലിച്ചപ്പോട് നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒരു 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഒരു 3 എണ്ണം, എരിവുള്ള പച്ചമുളകാണേ, ഉണ്ടമുളക് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സവോള ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ക്രഷ് ചെയ്താണെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമില്ല, കാണിക്കണ്ട. അപ്പോൾ നമ്മൾ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് ഞാനേ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോട്ടായിക്കോട്ടെ കേട്ടോ, ഗോൾഡൻ കളർ ആയിക്കോട്ടെ, നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. കറിവേപ്പില ആഡ് ചെയ്യുക. സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇത്ര ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊണിയിനൊന്ന് സോട്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. മൊത്തമായിട്ട് ഇടണ്ട, നമുക്ക് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊണിയിനൊക്കെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേശം കൂടെ എണ്ണ കുറവുണ്ട്, നമുക്ക് ലേശം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 തക്കാളിയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾ പൊടി കേട്ടോ, അതായത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി അതും ഒരു 1/2 ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറോ സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ നോക്കി ഇടണം, അല്ലെങ്കിൽ ഒരു കൂടി പോകും. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന രണ്ടോടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. കാശ്മീരി ചില്ലി പൗഡർ കൂടുതലും, മുളക് പൊടി കുറവായിട്ടുള്ള കേട്ടോ. എരിവുള്ള മുളക് പൊടി കുറവാണ്, അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഇടണം. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാവേ, അതായത് അതൊരു 1/2 ടീസ്പൂൺ കേട്ടോ ഗരം മസാല. ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ മസാല നന്നായിട്ടൊന്ന് സോട്ടാക്കി ഇടുകവേ. കരിഞ്ഞു പോലെ കേട്ടോ, തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും മസാല. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം മസാല സോട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തവി കൊണ്ട് ഇളക്കിയാലും മതി. എടുത്ത് ഫുള്ള് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി വെന്തുടഞ്ഞു പോലും കേട്ടോ ടൊമാറ്റോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈയുടെ ആ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. കുറച്ച് മതി, ഉണ്ടോ ഒരു ടീസ്പൂൺ കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പെപ്പർ ഏറ്റവും ലാസ്റ്റ് ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കഴിക്കും കേട്ടോ. കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. കുരുമുളക് ക്രഷ് ചെയ്താണ്, ഒത്തിരി പൊടിയല്ല കേട്ടോ, ക്രഷ് ചെയ്ത കുരുമുളക് ഇടട്ടെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഉണ്ടോ റെഡി ആയിട്ടുണ്ട്. തക്കാളി ഒത്തിരി ഉടഞ്ഞു പോരുത്. ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ തക്കാളി കട്ട് ചെയ്ത് നമ്മൾ അതേ ഉണക്കേണ്ട കിടക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ടൊമാറ്റോ ഫ്രൈ എന്ന് പറയാൻ പറ്റുള്ളൂ. പേസ്റ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല പരുവത്തിലോട്ടായി പോകും. ഇതാട്ടോ ടൊമാറ്റോ ഫ്രൈ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിച്ചപ്പോട് മുകളിലോട്ട് ആഡ് ചെയ്ത്. മല്ലിച്ചപ്പും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ടേസ്റ്റ് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ടൊമാറ്റോ ഫ്രൈ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനാണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. മറ്റുള്ള കറികൾ കണക്കല്ല, പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് തക്കാളി കട്ട് ചെയ്യുക, ഓണിയൻ കട്ട് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്യുക, പെട്ടെന്ന് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്നാകുന്ന ഒരു സംഭവമാണേ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ടൊമാറ്റോ ഒത്തിരി വെന്ത് പോകാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കാൻ കേട്ടോ. ഒത്തിരി വെന്ത് പോകല്ലേ, വെന്ത് പോയാൽ ടേസ്റ്റ് വരില്ല ഫ്രൈക്ക് കേട്ടോ. ഇത് ടൊമാറ്റോ തന്നെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ആ പീസ് ഇങ്ങനെ കാണണം കേട്ടോ. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ആ സോസ് കൂടെ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിൽ. വൈകുന്നേരം ചപ്പാത്തിയും ഈ കറി കുറച്ച് ടൊമാറ്റോ ഫ്രൈ ഒക്കെ ആക്കി ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള ലൈറ്റായിട്ടുള്ള കറികളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള ഒരു അടിപൊളി റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.